السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുത്തഖീങ്ങളായി ജീവിക്കുവാനും മുത്തഖീങ്ങളായി കൊണ്ട് തന്നെ മരണപ്പെടുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ മിമ്പറിൽ നിന്നും നാം ഇന്ന് ശ്രവിച്ച ഖുതുബ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും ഓരോ വിശ്വാസിയുടെയും നാളത്തെ പരലോക വിജയത്തിനാവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഖത്തീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം കർശനമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ആ തൗഹീദിനോട് ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പല ഇടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ള ഒരു കാര്യത്തെ ചേർത്ത് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കുവാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണമെന്ന്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന്. ശേഷം അല്ലാഹു പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നാം മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, ഏതെല്ലാം മര്യാദകൾ നാം ശ്രദ്ധിക്കണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാളല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യത്തിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ, വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അവരോട് ചേ എന്നുള്ളൊരു വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കരുത്. ചേ എന്നുള്ളൊരു വാക്ക് പോലും, മാതാപിതാക്കൾക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകി. ശേഷം അല്ലാഹു പറഞ്ഞു, വഖുൽ ലഹുമാ ഖൗലൻ കരീമ. ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും മാന്യമായ വാക്കുകളാണ് നിങ്ങൾ മാതാപിതാക്കളോട് പറയേണ്ടത്. ശേഷം അല്ലാഹു പറഞ്ഞു, വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാരുണ്യത്തോടു കൂടിയായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്, അവരുമായി ഇടപെടേണ്ടത്. ഏറ്റവും നല്ല വാക്കുകളായിരിക്കണം മാതാപിതാക്കളോട് നാം ഉച്ചരിക്കേണ്ടത് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകി. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിനെ അവസാനിപ്പിച്ചത് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു പറഞ്ഞു, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ പറയുക, നിങ്ങളെ എങ്ങനെയാണോ ചെറുപ്പത്തിൽ അവർ വളർത്തിയത് അതേപോലെ അവരുടെ വാർദ്ധക്യത്തിലും റബ്ബേ അവർക്ക് നീ കാരുണ്യം നൽകണമേ എന്നുള്ള
ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ സഹോദരങ്ങളെ, എത്ര കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ സമീപിക്കണം, കാരുണ്യത്തോടു കൂടി നിങ്ങൾ വർത്തിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകി. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറെ പ്രാധാന്യത്തോടെ, ഏറെ ഗൗരവത്തോടെ, ഏറെ പ്രതിഫലാർഹമായ ഒരു കർമ്മമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക എന്നുള്ളത്. ഖതീബ് ഇവിടെ ഉണർത്തിയിട്ടില്ലെങ്കിലും ഒരു ചരിത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ സ്വഹാബാക്കളോട് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല. ആ വ്യക്തിയാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ ചില സവിശേഷതകൾ, അദ്ദേഹത്തിന്റെ ചില വിശേഷണങ്ങൾ. അങ്ങനെ ഹദീസുകളിൽ കാണാം, യമനിൽ നിന്നും ഏതൊരു യാത്രാ സംഘവും മദീനയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു യാത്രാ സംഘത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയും ആ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഒരു യാത്രാ സംഘം യമനിൽ നിന്നും മദീനയിലേക്ക് എത്തിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു സംഘത്തിനോട് ചോദിച്ചു, അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്നുള്ള ഒരു വ്യക്തിയുണ്ടോ? അവർ പറഞ്ഞു, അതെ, ഒരു വ്യക്തിയുണ്ട്, ഇതാണ് നിങ്ങൾ പറഞ്ഞ വ്യക്തി എന്ന് അവർ പറയുകയാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില വിശേഷണങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, താങ്കളാണോ ഉവൈസ് ഇബ്നു ആമിർ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനാണ് ഉവൈസ്. അൻത മിൻ മുറാദിൻ സുമ്മ മിൻ ഖർനിൻ, താങ്കൾ മുറാദ് എന്ന പ്രദേശത്തെ ഖർൻ എന്ന ഗോത്രത്തിൽ നിന്നാണോ താങ്കൾ കടന്നു വരുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ, ഖർനിൽ നിന്നാണ്, ഖർൻ എന്ന ഗോത്രക്കാരനാണ് ഞാൻ എന്ന് ആ ഒരു വ്യക്തി പറയുകയാണ്. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അകാന ബിക ബർസുൻ ഫബരിത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ, താങ്കൾക്ക് വെള്ളപ്പാടുണ്ടാവുകയും ഒരു ദിർഹമിന്റെ പാടൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും റബ്ബ് താങ്കൾക്ക് ശിഫയാക്കി നൽകിയില്ലയോ? അദ്ദേഹം പറഞ്ഞു, അതെ. തുടർന്ന് ചോദിച്ചു, അലക വാലിദതുൻ, താങ്കൾക്കൊരു വൃദ്ധയായ ഒരു മാതാവ് ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, അതെ, ഉണ്ടായിരുന്നു എന്ന്. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ദിവസം ഉവൈസ് ഇബ്നു ആമിർ എന്നുള്ള വ്യക്തി കടന്നു വരും. ഹുവ മിൻ മുറാദിൻ സുമ്മ മിൻ ഖർനിൻ, മുറാദ് എന്ന സ്ഥലത്തെ ഖർൻ എന്ന ഗോത്രത്തിൽ നിന്നായിരിക്കും ആ മനുഷ്യൻ വരിക. അദ്ദേഹത്തിന് ഒരു വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. ശരീരത്തിൽ ഒരു ദിർഹം ഒഴിച്ച് മറ്റുള്ള എല്ലാ ഭാഗങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്. വലഹു വാലിദതുൻ ഹുവ ബിഹാ ബർറുൻ, അദ്ദേഹത്തിന് ഒരു മാതാവ് ഉണ്ടായിരുന്നു. ആ മാതാവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എങ്ങാനും താങ്കളുടെ അടുക്കലേക്ക് ഒരു ദിവസം കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനോട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ പറയണമെന്ന്. ഈ കാര്യം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസ് ഇബ്നു ആമിറിനെ അറിയിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഈ ചരിത്രത്തിലുള്ള പാഠങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിനെ കാണാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് മനുഷ്യരിൽ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബാക്കളോട് പറയുകയാണ്, ഇന്ന വ്യക്തിക്ക് ഒരുപാട് പോരിശകളുണ്ട്, ഇന്ന വ്യക്തിക്ക് ചില ഫദായിലുകളുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പോരിശകളെല്ലാം പറഞ്ഞത്? അദ്ദേഹം മാതാവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഈ ചരിത്രങ്ങൾ ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സഹോദരങ്ങളെ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങളാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, കൃത്യം സമയത്ത് നമസ്കാരം നിർവഹിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. വീണ്ടും ചോദിച്ചു, സുമ്മ ഐ, പിന്നെ ഏതാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കലാണ് എന്ന്. മൂന്നാമതും ചോദിച്ചു, സുമ്മ ഐ, ഏതാണ് റസൂലേ മൂന്നാമത്തേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജിഹാദാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ ജിഹാദിനേക്കാളും പ്രതിഫലാർഹമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ജിഹാദിന്റെ സന്ദർഭത്തിൽ കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, അലക വാലിദ, നിനക്ക് മാതാപിതാക്കളുണ്ടോ? നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ആ മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഫഫീഹിമാ ഫജാഹിദ്, അവരുടെ വിഷയത്തിൽ നീ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നീ നന്മ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരുപാട് പ്രതിഫലമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്നാണ്. ഒരിക്കൽ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇന്നി അദ്നബ്തു ദംബൻ അദീമ, അല്ലാഹുവേ, വലിയൊരു പാപം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബ ലഭിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ പാപം പുറത്തു നൽകുമോ റസൂലേ എന്ന് ആ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച തിന്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അകാരണമായി കൊണ്ട് വധിച്ചു എന്നുള്ളതാണ്. അതിന് റസൂലെ എനിക്ക് തൗബ ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹല്ലക ഉമ്മുൻ, നിനക്ക് ഉമ്മയുണ്ടോ? നിന്റെ ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. വീണ്ടും ചോദിച്ചു, ഹല്ലക ഖാല, ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. ഫബരിഹ, എങ്കിൽ ഉമ്മയുടെ സഹോദരിക്ക് വേണ്ടി നീ ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി കൊണ്ട് അവർക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഒരിക്കൽ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാളും വലിയൊരു നന്മയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നിസ്സാരമായ വിഷയമല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ അപക്വമായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് വീഴ്ചകൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖല. വളരെ ഗൗരവത്തിലായിരിക്കണം നാം അതിനെ നോക്കി കാണേണ്ടത്. മൂന്നാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ, അല്ലാഹുവിൻ്റെ തൃപ്തി അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നന്മ ചെയ്യുന്നതിന് ഉന്നതമായ പ്രതിഫലങ്ങൾ ഉള്ളതുപോലെ തന്നെ മാതാപിതാക്കളോട് തിന്മ പ്രവർത്തിക്കുന്നതിന്, മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഗൗരവത്തിലാണ് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ,
ഏറ്റവും വലിയ പാപത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ? 3 തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചത്. എന്നിട്ട് പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഏറ്റവും വലിയ പാപം അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കലാണ് എന്നുള്ളതാണ്. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ! ശിർക്കിനോട് ചേർത്തുകൊണ്ടാണ് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ, നന്ദികേട് കാണിക്കുന്നതിനെ, തിന്മയിൽ വർത്തിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ റബ്ബ് 3 വിഭാഗം ആളുകളിലേക്ക് നോക്കുകയില്ല എന്ന്. സഹോദരങ്ങളെ, ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹ്ശർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റബ്ബിൻ്റെ നോട്ടവും റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ പരിഗണനയും മാത്രം നമുക്ക് ലഭിക്കുന്നൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ആഖു ലിവാലിദൈഹി, മാതാപിതാക്കളോട് തിന്മയിൽ പ്രവർത്തിച്ച, നന്ദികേട് കാണിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറഞ്ഞു, വൽ മർഅത്തുൽ മുതറജ്ജില വദ്ദയ്യൂസ്, ആൺവേഷം സ്വീകരിക്കുന്ന, ആണുങ്ങളുടെ പോലെ നടക്കുന്ന ഒരു സ്ത്രീയും അതേപോലെ തന്നെ കുടുംബത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് അനുവാദം നൽകുന്ന ഒരു ഗൃഹനാഥനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. അതേപോലെ തന്നെ സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അൽ ആഖു ലിവാലിദൈഹി, മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്നവരും, വൽ മുദ്മിനു അൽ ഖംരി വൽ മന്നാനു ബിമാ അഅത, മുഴുകുടിയനായ മനുഷ്യനും അതുപോലെ തന്നെ നൽകിയത് എടുത്തു പറയുന്ന വ്യക്തിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. ഇങ്ങനെ മാതാപിതാക്കളോട് നന്ദികേട് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങളും വലിയ ശിക്ഷകളുമാണ് അവരുടെ ജീവിതത്തിൽ അവർ കാത്തിരിക്കുന്നത് എന്നുള്ള ഗൗരവം നാം മനസ്സിലാക്കണം. ഒരിക്കൽ വളരെ ഗൗരവത്തിൽ സ്വഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനല്ലാഹു സബ്അതൻ മിൻ ഫൗഖി സബ്അ സമാവാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആളുകളെ 7 ആകാശത്തിന്റെ ഉപരിയിൽ നിന്നും ശപിച്ചിട്ടുണ്ട് എന്ന്. ആ ഒരു പ്രയോഗത്തിൽ തന്നെ അതിൻ്റെ ഗൗരവമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊണ്ട് എണ്ണി പറഞ്ഞത്, മൽഊനുൻ മൻ അഖ വാലിദൈഹി, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ച, നന്ദികേട് കാണിച്ചവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരുപാട് നന്മകളും അതുപോലെ തന്നെ മാതാപിതാക്കളോട് തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിടേണ്ട ധാരാളം ശിക്ഷകളെക്കുറിച്ചും നാം മനസ്സിലാക്കി. ഇനി നാം തിരിച്ചറിയേണ്ടത് ഇതിൽ ഏത് വിഭാഗത്തിലാണ് നാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, ഇതിൽ നന്മ പ്രവർത്തിക്കുന്നവരിലാണോ തിന്മയിൽ മുഴുകിയിട്ടുള്ളവരിലാണോ നാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, ഇന്ന് മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിക്കുന്ന എത്ര ആളുകളെ കാണാം. നിസാരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ, ദുനിയാവിൻ്റെ ചില താല്പര്യങ്ങളുടെ പേരിൽ നാളെ ആഖിറത്തിനെ പണയം വെക്കുന്ന, ആഖിറത്തിനെ മറന്ന് മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മയുമായി ബന്ധം വിച്ഛേദിക്കുന്ന പല ഭർത്താക്കന്മാരെയും നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഒരിക്കലും എത്ര വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചാലും, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും എത്ര വലിയ അബദ്ധങ്ങൾ സംഭവിച്ചാലും അവരോട് നമുക്ക് ചില കടമകളുണ്ട്. ആ കടമകൾ ഒരിക്കലും ഒരു കാരണവശാലും മറന്നു പോകരുത് എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഖത്തീബ് ഇവിടെ ഉണർത്തിയ മറ്റൊരു വിഷയമാണ് മാതാപിതാക്കൾ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കടമകളും ബാധ്യതകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അവൻക്ക് നിലനിൽക്കും. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? സദഖത്തുൻ ജാരിയ വഇൽമുൻ യുൻതഫഉ ബിഹി വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ ആ മരണത്തിന് ശേഷവും ആ വ്യക്തിക്ക് സൽക്കർമ്മമായി കൊണ്ട് നിലനിൽക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിൽ ചില ആളുകളുടെ ദറജ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.
ചില ആളുകളുടെ ദറജ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യർ ചോദിക്കും, യാ റബ്ബി, അല്ലാഹുവേ, എങ്ങനെയാണ് എൻ്റെ ദറജ ഇങ്ങനെ ഉയരുന്നത്? ഇത്രമാത്രം കർമ്മങ്ങളൊന്നും ഞാൻ ദുനിയാവിൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ മകൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നത് കൊണ്ടാണ് നിന്റെ ദറജകൾ ഉയരുന്നത് എന്ന് ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഇസ്തിഗ്ഫാറും നമ്മുടെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ഉപയോഗപ്പെടുമെന്നുള്ളത് നാം കൃത്യമായി കൊണ്ട് തിരിച്ചറിയണം. അതേപോലെ തന്നെ മാതാപിതാക്കളോടുള്ള അവരുടെ മരണത്തിന് ശേഷം നാം നിർവഹിക്കേണ്ട ഒരു കടമ, അവരുമായി കൊണ്ട് ആർക്കെല്ലാം ബന്ധമുണ്ടായിരുന്നോ ആ ബന്ധത്തിനെ ഊഷ്മളമാക്കുവാൻ, ആ ബന്ധത്തിനെ നിലനിർത്തുവാൻ അവരുടെ മരണത്തിന് ശേഷവും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു അഅറാബിയെ കാണുകയാണ്. അറബിയെ കണ്ട ഉടനെ തന്നെ തൻ്റെ വാഹനപ്പുറത്ത് നിന്നിറങ്ങി അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു, അദ്ദേഹത്തിനെ സൽക്കരിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഉണ്ടായിരുന്ന തലപ്പാവ് എടുത്തുകൊണ്ട് അഅറാബിയുടെ തലയിൽ വെച്ചു കൊടുത്തു. ആ വാഹനത്തിൽ കയറ്റിയിരുത്തി ഇങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ആ അഅറാബിയെ ബഹുമാനിക്കുന്നതായിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മാലിക് എന്ന വ്യക്തി കാണുകയാണ്. ഈ സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അഅറാബിയായ മനുഷ്യനോട് നിങ്ങൾ എന്തിനാണ് ഇത്ര അധികം താല്പര്യം കാണിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലാത്തവരല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ആ മനുഷ്യൻ എൻ്റെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. വ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി വുദ്ദ അബീഹി. ഏറ്റവും നല്ല നന്മയിൽപ്പെട്ടിട്ടുള്ളതാണ് പിതാവിൻ്റെ മരണശേഷം പിതാവുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം ചേർക്കുക എന്നുള്ളത്. ഉപ്പയുടെ മരണത്തിന് ശേഷം ഉപ്പയുമായി ആർക്കെല്ലാം ബന്ധമുണ്ടായിരുന്നോ ആ ബന്ധത്തെ ചേർക്കുക എന്നുള്ളത് ഏറ്റവും നല്ല നന്മയിൽപ്പെട്ടിട്ടുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, സഹോദരങ്ങളെ, പലപ്പോഴും മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം പല ബന്ധങ്ങളും മറന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ കുടുംബ ബന്ധം പോലും, ഒരൽപ്പം അകന്ന കുടുംബ ബന്ധം പോലും മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം പിന്നീട് പരിചയമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് പുതുതലമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കളുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളുമായി, അവരുടെ കൂട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിഷയമാണ് എന്നുള്ളത് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഖുതുബയിൽ ഖത്തീബ് സൂചിപ്പിച്ച വിഷയം കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരെ, കുടുംബ ബന്ധത്തെ ഒരുമിപ്പിക്കുന്നവരെ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസല. അള്ളാഹു ഏതെല്ലാം ബന്ധങ്ങളെ ചേർക്കുവാൻ പറഞ്ഞോ അതിനെ ചേർക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധത്തെ ചേർക്കൽ അത് ഒരുപാട് പ്രതിഫലമുള്ള കർമ്മമായി കൊണ്ടാണ് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹിമഹു. ആരെങ്കിലും ഖിയാമത്ത് നാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ടോ അവൻ അവൻ്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂലേ, എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു നന്മയെക്കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞു നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നീ അല്ലാഹുവിനെ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും നീ പങ്കു ചേർക്കാതിരിക്കുക, നീ നമസ്കരിക്കുക, അതേപോലെ തന്നെ നീ സക്കാത്ത് നൽകുക. നാലാമതായി കൊണ്ട് പറഞ്ഞു, നീ കുടുംബ ബന്ധം ചേർക്കുക എന്ന്. കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്ന കർമ്മമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ. കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്ന, കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുന്ന വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, കുടുംബ ബന്ധം പറയുമെന്നാണ്. മൻ വസലനി വസലഹുല്ലാഹ്, ആര് എന്നെ ചേർത്തുവോ, ആരെന്നെ ചേർത്ത് പിടിച്ചോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പിടിക്കും. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ആരെന്നെ വിച്ഛേദിച്ചുവോ, മുറിച്ചു കളഞ്ഞോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിച്ഛേദിച്ച് കളയുമെന്ന്, കുടുംബ ബന്ധം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, സഹോദരങ്ങളെ, ഇന്ന് സമകാലിക സാഹചര്യത്തിൽ കുടുംബ ബന്ധത്തിന് ഒരു വിലയുമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിലും നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പല കുടുംബ ബന്ധങ്ങളും ഇന്ന് തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് പോയി സലാമു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ടാവുകയുള്ളൂ. പക്ഷേ പലരുടെയും ദുരഭിമാനം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ബന്ധത്തെ ഒരു കാരണവശാലും അതിനെ വിച്ഛേദിക്കുവാൻ, മുറിച്ച് കളയുവാൻ പാടില്ല. നമ്മളോട് നമ്മളുമായി കുടുംബ ബന്ധം ആരെങ്കിലും മുറിച്ച് കളയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി അത് ചേർക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഒരു ഹദീസിൽ കാണാം, ലൈസൽ വാസിലു ബിൽ മുകാഫിഇ, ഒരു ഉപകാരം കൊടുത്തുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ല യഥാർത്ഥമായി കുടുംബ ബന്ധം ചേർക്കുന്നവൻ. വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖുതിഅത് റഹിമഹു വസലഹ, മറിച്ച് യഥാർത്ഥമായി കുടുംബ ബന്ധം ചേർക്കുന്നവൻ തന്നോട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് പോയി ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നലി ഖറാബതൻ അസ്ലുഹു, എനിക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിനോട് ഞാൻ സദാസമയവും അവരുമായി ഞാൻ ബന്ധം ചേർക്കാറുണ്ട്. വയഖ്തഊനനി, പക്ഷേ ഏതെല്ലാം സമയങ്ങളിൽ ഞാൻ അങ്ങോട്ട് പോയി ആ കുടുംബ ബന്ധം ചേർക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം മോശമായ രൂപത്തിലാണ് അവർ പെരുമാറുന്നത്. ഏറ്റവും മോശപ്പെട്ട രൂപത്തിലാണ് അവർ ഞാനുമായി കൊണ്ട് സമീപിക്കുന്നത്. അവർ ആ ബന്ധത്തെ മുറിച്ചു കളയുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഈ ഒരു പ്രവൃത്തി തുടരുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായം നിനക്കുണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്മളുമായി കുടുംബ ബന്ധം വിച്ഛേദിച്ച് കളയുന്നുണ്ടോ അങ്ങോട്ട് പോയി ചേർക്കലാണ് വിശ്വാസികളായ നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കളോട് വിശിഷ്യ ഒരു കാരണവശാലും അവരുമായി ബന്ധപ്പെട്ട ആ ഒരു ബന്ധത്തെ വിച്ഛേദിക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കുന്നവനാണ് യഥാർത്ഥമായ വിശ്വാസികളെന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും.